നമസ്കാരം, എല്ലാവർക്കും സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പൊന്നാനി നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി മനീഷ് ജനകീയത്തിൻ്റെ കൂടെയാണ്. മനീഷ് ജനകീയാണ് ഇന്നത്തെ ഈ ഒരു സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന ഈ പ്രോഗ്രാമിൽ പങ്കുചേരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഉച്ചയാകുമ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത്. ആൾ പ്രചരണ തിരക്കിലാണ്. നമ്മൾ അങ്ങോട്ടേക്ക് നീങ്ങുകയാണ്. നമസ്കാരം, എല്ലാവർക്കും സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നിനോടൊപ്പം പൊന്നാനി നിയോജക മണ്ഡലം BJPയുടെ അതായത് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മനീഷ് ജനകീയമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം നമ്മുടെ പ്രോഗ്രാമിലേക്ക്. നമസ്തേ. അപ്പോൾ മനീഷ് ജനകീയം, ഈ ജനകീയം എന്നുള്ളൊരു സംഭവം ഒരു കൗതുകമായിട്ട് തോന്നുന്നു. അതെന്താണ് ശരിക്കും പറഞ്ഞൊരു വീട്ടുപേരാണോ അതോ? ജനകീയം എന്ന് എന്നെ ജനങ്ങൾ വിളിച്ചതാണ്. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും അത് ഏത് വിഷയം, ജനകീയമായിട്ടുള്ള ഏത് വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് വിജയം വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് അതിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സഹായങ്ങളും എത്തിക്കുന്ന പ്രവർത്തനമാണ് ഞാൻ സ്വന്തമായി രൂപീകരിക്കപ്പെട്ട ജനകീയ വേദി എന്ന സംഘടന. കണ്ണൂർ ജില്ലയിലാണ് ആ ജനകീയ വേദി എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് എല്ലാ മേഖലയിലും, അത് ആരോഗ്യ മേഖലയായാലും അതുപോലെ തന്നെ പാരിസ്ഥിതിക മേഖലയായാലും മനുഷ്യാവകാശ മേഖലയായാലും അഴിമതിക്കെതിരെയായാലും അതുപോലെ തന്നെ കയ്യേറ്റങ്ങൾക്കെതിരെയായാലും ഇതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ വെച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്. നിരവധി സമരങ്ങൾ, ജനകീയമായിട്ടുള്ള നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജനം ഒരു സുപ്രഭാതത്തിൽ ആ സമരത്തിന് നേതൃത്വം വഹിക്കുന്ന ഒരാളെന്ന നിലയിലും ജനങ്ങളുടെ പ്രതിനിധിയാണ്, ജനകീയനാണ് എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനം എന്നെ വിളിച്ച് പേരാണ് ജനകീയം എന്നത്. അങ്ങനെയാണ് ആ ഒരു പേര് വന്നിട്ടുള്ളത് അല്ലേ? താങ്കളുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് എങ്ങനെയാണ്? ഞാൻ ബാലസംഘത്തിൻ്റെ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടാണ് 11ാമത്തെ വയസ്സിലാണ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം വിവിധ SFI, DYFI തുടങ്ങി CPIMൻ്റെ മെമ്പർഷിപ്പിലേക്ക് വന്നു. അതിന് പുറമെ CATU മേഖലയിലേക്ക് വന്നു. പിന്നെ മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ ഏരിയ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി, CATUവിൻ്റെ ജില്ലാ കൗൺസിലർ തുടങ്ങി ഈ മേഖലയിൽ ഇവിടുന്ന് അതിനുശേഷമാണ് ഈ CPMൻ്റെ സമയത്ത് കാലഘട്ടത്തിൽ തന്നെയാണ് CPM രൂപീകരിക്കപ്പെട്ടൊരു സമിതി ഉണ്ടായിരുന്നു. ആ പ്രാദേശികമായ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നതിന് വേണ്ടി അവിടെ CPM രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നു ജനകീയ സമിതി എന്ന് പറയുന്നത്. അങ്ങനെ ആ ജനകീയ സമിതി രൂപീകരിക്കപ്പെടുകയും അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി നിന്നുകൊണ്ട് ആ സമരം മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കപ്പെടുന്നു. എന്നാൽ ആ സമിതി രൂപീകരിച്ച് 2 ദിവസം കഴിഞ്ഞ ഉടൻ തന്നെ CPM എന്നോട് ആവശ്യപ്പെട്ടു സമരം അവസാനിപ്പിക്കണം. ഞാൻ CPMനോട് പറഞ്ഞൊരു വാക്ക്, എൻ്റെ പാർട്ടിയോട് അന്നത്തെ എൻ്റെ പാർട്ടിയായ CPMനോട് ഞാനന്ന് പറഞ്ഞത്, പാർട്ടി അനുഭാവി യോഗം വിളിച്ച് ജനങ്ങളോട് അതിൻ്റെ കാരണം പറഞ്ഞ് സമരം അവസാനിപ്പിക്കാം, അല്ലാതെ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് ഞാൻ സ്വീകരിക്കില്ല. അങ്ങനെയാണ് ഞാൻ സമരവുമായി മുമ്പോട്ട് പോയ സമയത്താണ് പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് CPMൻ്റെ മുഴുവൻ മെമ്പർമാരും വിജയിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. പ്രതിപക്ഷമില്ലാത്ത ഒരു ഗ്രാമപഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടി പോലും ആ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തയ്യാറായില്ല. എന്നാൽ ഞാൻ 700-ഓളം ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സമരത്തിൻ്റെ ഭാഗമായി പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടി എന്നെ പുറത്താക്കിയപ്പോൾ എൻ്റെ ഭാഗം ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കൺട്രോൾ കമ്മീഷന് പരാതി കൊടുത്തു. മലപ്പുറത്തുണ്ടായിരുന്ന വാസുദേവനാണെന്ന് കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പരാതി നൽകി. പരാതിയുടെ ഭാഗമായിട്ട് പ്രകാശൻ മാസ്റ്റർ ഏകംഗ കമ്മീഷനായിരുന്നു. അദ്ദേഹം പരിശോധന നടത്തിയപ്പോൾ എൻ്റെ ഭാഗമാണ് ശരിയെന്നും ഞാൻ എൻ്റെ ഭാഗത്തുള്ള മുഴുവൻ കാര്യങ്ങളും ബോധിപ്പിക്കും, എൻ്റെ ഭാഗമാണ് ശരിയെന്നും തെറ്റ് പാർട്ടിക്ക് CPMൻ്റെ ഭാഗത്താണ് തെറ്റുണ്ടായെന്നും മനസ്സിലാക്കിക്കൊണ്ട് എന്നെ തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. തിരിച്ചെടുത്തപ്പോൾ എൻ്റെ വഴി ശരിയായ വഴിയാണെന്ന് ബോധ്യപ്പെടുകയും CPM എന്ന പാർട്ടി ഈ സമൂഹത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല CPM എന്ന പ്രസ്ഥാനം നിലനിൽക്കുന്നതെന്ന് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഒരു പൊതുപരിപാടിയിൽ ഞാൻ പൂർണ്ണമായും പങ്കെടുത്ത് ഒരു രക്തസാക്ഷി പരിപാടി, താഴിയിൽ അഷറഫ് എന്ന രക്തസാക്ഷിയുടെ ദിനത്തിൽ അത് പൂർണ്ണമായും പങ്കെടുത്ത് അന്ന് രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് ജനകീയ പുറത്തേക്ക് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. അതിനുശേഷമാണ് BDJS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്.
ജനകീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയും കൂടി ഉണ്ടാകണമെന്ന് മനസ്സിലാക്കുകയും BDJS എന്നെ അതിൻ്റെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഞാൻ BDSൻ്റെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ തലശ്ശേരി ഏരിയ പ്രസിഡൻ്റായി, അതിനുശേഷം കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയായി, അതിനുശേഷം പാർട്ടിയുടെ BDJSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. പ്രചരണ സമയങ്ങളിലൊക്കെ ഈ ഭക്ഷണം എല്ലാ കാലത്തും ഞാൻ കൃത്യമായ ഭക്ഷണം കഴിക്കാൻ വേണ്ട ശ്രമം നടത്താറുണ്ട്. ഞാൻ ഏത് കാലഘട്ടത്തിലും ഈ പ്രചരണ സമയത്തും മാക്സിമം കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ ശ്രമവും ഉണ്ടാകും. ഇപ്പം തന്നെ 1 മണി ഈ സമയത്ത് തന്നെ, പക്ഷേ 1 മണിയാവും, ചിലപ്പോൾ 2 മണി, അതിനപ്പുറത്തേക്ക് ഭക്ഷണത്തിൻ്റെ രീതിയിലേക്ക് പോകാറില്ല. താങ്കൾ കണ്ണൂർ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ വരുന്നത്. കാരണം അവിടെ നിന്നുള്ള ഈ ഭക്ഷണത്തിനോട് ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള ഒരുപാട് വിഭവങ്ങളുള്ള സ്ഥലത്തു നിന്നാണ് പൊന്നാനിലേക്ക് വരുന്നത്. എങ്ങനെയാണ് പൊന്നാനിയിലത്തെ ഒരു ഭക്ഷണ രീതി എങ്ങനെയാണ്? എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടില്ല. ഞാൻ ജനങ്ങളുടെ ഏത് ടേസ്റ്റിൻ്റെ കൂടെയും ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ തലശ്ശേരി പ്രദേശത്താണ് ഏറ്റവും നല്ല ഭക്ഷണം. അതുപോലെ തന്നെ കേക്കുകളുടെ നാട്, ബിസ്ക്കറ്റുകളുടെ നാട് ഒക്കെ തലശ്ശേരിയാണ്. പക്ഷേ ഓരോ പ്രദേശത്തും അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ പ്രദേശത്തും അവരുടേതായ രീതിയിലുള്ള ഭക്ഷണങ്ങളുണ്ട്. ആ ഭക്ഷണങ്ങളും അതിൻ്റെ രീതിയിൽ തന്നെ രുചികരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൊന്നാനിയിലെ ഭക്ഷണം, പൊന്നാനിയിലെ ജനങ്ങളുടെ ഭക്ഷണം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല രുചികരമായി തന്നെയാണ് ഉപയോഗിക്കാറ്. നല്ല ടേസ്റ്റോടു കൂടിയുള്ള ഭക്ഷണം തന്നെയാണ് പൊന്നാനിയിലെ ജനം, സ്നേഹത്തോടുള്ള ഭക്ഷണം തന്നെയാണ് പൊന്നാനിയിലെ ജനങ്ങൾ. ഇവിടെ വന്നിട്ട് കഴിച്ച ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതായിരുന്നു? ഞാൻ കൂടുതലും വെജിറ്റേറിയൻ ഭക്ഷണം ആണ് ഞാൻ കഴിക്കണമെന്ന് ആഗ്രഹിക്കാറ്. പക്ഷേ ചില സമയത്തൊക്കെ ഞാൻ വെജിറ്റേറിയൻ അല്ല, നോൺ വെജും കഴിക്കാറുണ്ട്. പക്ഷേ പൊന്നാനിയിൽ ചിലപ്പം വെജിറ്റേറിയൻ കഴിക്കാൻ സാഹചര്യം കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ നോണും. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം വെജിറ്റേറിയൻ രീതിയോടാണ്. ഇന്നലെ വരെ ഈ മണ്ഡലത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്തുകൊണ്ട് നിങ്ങളോട് ഇത്തരം ദ്രോഹകരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരേണ്ട നിങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിച്ച് വലിയ നിലയിലേക്ക് മുന്നേറ്റമുണ്ടാക്കി, നിങ്ങളുടെ മണ്ഡലത്തിൽ വലിയ വികസനമുണ്ടാക്കി, നിങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു വരേണ്ടവർ എന്തുകൊണ്ട് നിങ്ങൾക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഈ മണ്ഡലത്തിൽ സഞ്ചരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും ദയനീയമായുള്ളൊരു മുഖം കാണുമ്പോൾ നമ്മുടെ കടലോരങ്ങളുടെ തീരദേശ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരോട് ഒരു വാക്ക് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സ് വിങ്ങുന്ന കാഴ്ച, ആ കാഴ്ച കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത കാഴ്ചയാണ്. അതെന്തുകൊണ്ട് ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് കഴിയുന്നില്ല എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മനുഷ്യനായിട്ട് കാണണ്ടേ, നിങ്ങളെയൊക്കെ മനുഷ്യനായിട്ട് കാണുന്നില്ല എന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ജനങ്ങളിൽ നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ് ഇങ്ങനെ ഓരോ ഏരിയയിൽ ഇങ്ങനെ പോകുമ്പോഴൊക്കെ? ഈ പൊന്നാനി മണ്ഡലത്തേക്ക് ഞാൻ കാലുകുത്തിയ ഉടൻ തന്നെ ഈ മണ്ഡലത്തിൻ്റെ പല മേഖലയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ വേദനാജനകമായുള്ള കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിങ്ങലാകുന്നു, പൊട്ടി തേങ്ങൽ വരുന്നു എന്നതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് താലൂക്ക് ആശുപത്രി എടുത്ത് പരിശോധിക്കുമ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവിടെയും ദയനീയമായ അവസ്ഥയാണ്. റോഡിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോൾ അവിടെയും ദയനീയമാണ്. അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഹൈവേ, ഇപ്പോഴത്തെ സുന്ദരമായിട്ടുള്ള ഹൈവേ, സഞ്ചാരയോഗ്യമായിട്ടുള്ള ഹൈവേ, ആ ഹൈവേയിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ പോലും ഇവിടെ ആ ഹൈവേ കെട്ടിപ്പടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആ പ്രോജക്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്.
ആ പോരായ്മകൾ പരിഹരിക്കപ്പെടേണ്ട ഇവിടുത്തെ ജനപ്രതിനിധികൾ MLA-യും MP ഒക്കെയാണ് ആ പോരായ്മകൾ പരിഹരിക്കപ്പെട്ടത്. ആ പോരായ്മകൾ പരിഹരിക്കപ്പെടാതെ ഇവിടെ ജനങ്ങളുടെ വിഷയങ്ങൾ ഒരു വിഷയവും പരിശോധിക്കാനോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതൊന്നും പരിശോധിക്കാൻ ഇവർ തയ്യാറല്ല. ഇവിടുത്തെ ജയിച്ചു പോയാൽ പിന്നെ ജനങ്ങളെ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ പോലും തയ്യാറാണ്. അതുതന്നെയാണ് ഈ ഹൈവേയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രോജക്റ്റ് തയ്യാറാക്കുന്ന സമയത്തുണ്ടായിരുന്ന പോരായ്മ അണ്ടർഗ്രൗണ്ട് ഓവർബ്രിഡ്ജ് വരേണ്ട സ്ഥലത്തൊക്കെ അത് വരാതിരിക്കുകയും അത് വരാതിരിക്കുന്നതിൻ്റെ പ്രശ്നമായിട്ട് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ മറ്റ് പ്രദേശങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയാത്ത വലിയ പ്രയാസമുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടു. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ എത്രയും പെട്ടെന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഈ പൊന്നാനിയിലെ ജനങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് ഓവർബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ കേന്ദ്രം അറിയില്ല. ഇത്തരം പ്രശ്നങ്ങളുണ്ടോ എന്ന് കേന്ദ്രം അറിയുന്നില്ല. അതുകൊണ്ട് അത് അടിയന്തരമായി ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി കേന്ദ്രം എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നിർദ്ദേശം നൽകുന്നതാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേറ്റവും ദുരിതം അനുഭവിക്കുന്നവർ ഈ പറയുന്ന തീരദേശ മേഖലയിൽ ജീവിക്കുന്നവരാണ്. ആ തീരദേശ മേഖലയിൽ ജീവിക്കുന്നവർ അവർക്ക് വർഷാവർഷം കരയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. അതിന് പരിഹാരം കാണേണ്ടതല്ലേ? നമ്മളെ ജനപ്രതിനിധികൾ ഇതിനൊക്കെ പരിഹാരം കാണണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ജനം വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്. പക്ഷേ അതിനൊരു പരിഹാരം പോലും കാണാതെ അവർ താമസിക്കുന്ന അവർ സ്വപ്ന തുല്യമായി കണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഭാഗമായിട്ട് എടുത്ത വീടുകളെല്ലാം ഈ കടൽ തിന്നുകൊണ്ടിരിക്കുക. അവിടുന്ന് പാലയം ചെയ്ത് പോകുന്ന അവസ്ഥ. അവിടെ ഇപ്പോൾ ഉള്ള ആളുകൾ പറയുക, എൻ്റെ കൂടെ ജീവിച്ചവർ അല്ല എൻ്റെ കൂടെ ഒന്നിച്ച് കളിച്ചു കാണുന്നവർ, എൻ്റെ കൂടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒന്നിച്ചു പോയി അവരെല്ലാം ഈ മേഖലയിൽ നിന്ന് പുറത്തള്ളപ്പെട്ടു പോയി എന്നതാണ്. അതിനെ സംരക്ഷിക്കപ്പെടാൻ അത് കടൽ ഭിത്തി ഉൾപ്പെടെ അതിന് പരിഹാരം കാണാനുള്ള സംവിധാനങ്ങൾ കേന്ദ്ര ഫണ്ട് അതിന് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. അതിനൊക്കെ പക്ഷേ ആ ഫണ്ട് പോലും കൃത്യമായി വിനിയോഗിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. ഈ മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കപ്പെടണം. വികസനം എവിടെയും എത്തിച്ചേർന്നിട്ടില്ല. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം വലിയ വികസനമൊന്നും എവിടെയും എത്തിച്ചേർന്നിട്ടില്ല. നല്ല സുന്ദരമായിട്ടുള്ള നമ്മുടെ ടൂറിസം മേഖലയിൽ ഏറ്റവും സാധ്യതയുള്ള മേഖലയാണ് ഈ പൊന്നാനി. ഏറ്റവും സാധ്യതയുള്ള മേഖലയാണ് ടൂറിസം മേഖലയിൽ. അതുപോലും ഉണ്ടാക്കാൻ ഇവിടെയുള്ള ഭരണാധികാരി തയ്യാറായില്ല. നല്ല നിലയിൽ ടൂറിസം പദ്ധതി ഉൾപ്പെടെ ഈ മേഖലയിലെ നല്ല ഹൈടെക്കുമായി ബന്ധപ്പെട്ട് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നുകൊണ്ട് നല്ല വികസനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു നല്ല എല്ലാ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം. പക്ഷേ ഇന്നലെ വരെ ഉള്ളവർ അത് ഉപയോഗിച്ചില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ആ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗം ഇന്നലെ വരെ ഉപയോഗിച്ചില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പല വികസന നേട്ടങ്ങൾ എന്നോട് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്താ പൊന്നാനി ഇന്ത്യയുടെ ഭാഗമല്ലേ? പൊന്നാനി ഇന്ത്യയുടെ ഭാഗമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഭാരതത്തിൻ്റെ ഭാഗമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ ഭാരതത്തിലുണ്ടാകുന്ന പല വികസനവും എന്തേ പൊന്നാനി ഈ മണ്ഡലത്തിലെത്തുന്നില്ല, ഈ കേരളത്തിലെത്തുന്നില്ല എന്ന് പല ചോദ്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് മണ്ഡലത്തിൽ സഞ്ചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് വേദനയുള്ള വലിയ പ്രയാസം അനുഭവിക്കുന്ന കുടിവെള്ളം. സത്യത്തിൽ കുടിവെള്ള പ്രശ്നം വലിയ ഭീകരമായ പ്രശ്നമാണ്. കുടിവെള്ളം എന്ന് പറയുന്നത് മഴക്കാലത്ത് മലിനമാകുന്നു. ഇവിടെ ഒരു മഴ പെയ്യുന്നതോടുകൂടി കുടിവെള്ളം മലിനമാകുന്നു. അതേസമയത്ത് വേനൽക്കാലത്ത് കുടിവെള്ളം കിട്ടാക്കണിയാകുന്നു. മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും ആവശ്യമുള്ള കുടിവെള്ളം പോലും കൃത്യമായിട്ട് ജലജീവ മിഷൻ ഇല്ലേ? കേന്ദ്രം നൽകിയുള്ള ജലജീവ മിഷൻ പദ്ധതി പോലും കൃത്യമായി ഇവിടെ നടപ്പിലാക്കാൻ തയ്യാറാതെ ഇവിടെ പൈപ്പിട്ട് ആ പദ്ധതി ഇപ്പോൾ പൈപ്പ് തുരുമ്പ് പിടിച്ചു പോകുന്ന അവസ്ഥയാണ് ഈ മണ്ഡലത്തിലൊക്കെ കാണുന്നത്. ഇതെല്ലാം ഇതുവരെ ജയിച്ചുള്ള ജനപ്രതിനിധികളുടെ പോരായ്മകളാണ്. അതിന് പരിഹാരം കാണുമെന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. BDJSൻ്റെ ഒരു ആളായിട്ടാണ് താങ്കളുടെ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് പൊതുവെയുള്ള ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? BDJSൻ്റെ മണ്ഡലം തന്നെയാണ് പൊന്നാനി മണ്ഡലം.
നിലവിൽ BDS-ന് നൽകിയിട്ടുള്ള മുന്നണി സംവിധാനത്തിൽ BDS-ൻ്റെ മണ്ഡലം തന്നെയാണ്. വലിയ നിലയിൽ ജനം സ്വീകരിച്ചതിനേക്കാളും ജനം സ്വീകരിച്ച കാഴ്ച ഇതിനേക്കാൾ ഉപ്പറെ ഞാനന്ന് ഇവിടത്തേക്ക് വരുന്നത് തന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്ന ആ സമയത്താണ് ഇവിടെ എത്തിച്ചേരുന്നത്. എത്തുന്ന സമയത്ത് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമാണ്. ആ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനത്തിൽ ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് അവരെ അറിയിക്കുമ്പോൾ ആ പ്രഖ്യാപനത്തിന് മണിക്കൂർ മുമ്പ് തന്നെ ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ആ മണ്ഡലം കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിരിക്കുന്നു, പ്രഖ്യാപനം വന്നില്ലെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥിയാണ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടി അന്ന് തന്നെ ആ മണ്ഡലത്തിലെ മുന്നണി നേതാക്കന്മാരും എല്ലാവരും ആഹ്വാനം ചെയ്തു. അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോയത്. വലിയ സ്വീകാര്യതയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ BDS-ൻ്റെ ഈ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മനീഷ് ജനകീയൻ എന്ന സ്ഥാനാർത്ഥിയോട് നൽകിയിട്ടുള്ളത്. എന്നാലും ഒരുപാട് സ്ഥലങ്ങളിൽ സ്വീകരണമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വണ്ടിയിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പോൾ 15 വർഷമായിട്ട് 3 ടേമായിട്ട് LDF-ൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നൊരു മണ്ഡലമാണ് പൊന്നാനി. അവിടെ ഈ BJP അല്ലെങ്കിൽ NDA-ൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? എത്രത്തോളം പ്രതീക്ഷയാണ് അവിടെ വരുന്നത്? 100% വിജയപ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ 10 വർഷത്തെ പിണറായി വിജയൻ്റെ സർക്കാർ ആ സർക്കാർ നടത്തിയുള്ള ജനവിരുദ്ധ നിലപാടുകൾ ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും ഉള്ള സാഹചര്യങ്ങളെല്ലാം ഇല്ലാതാക്കി നിത്യോപസാധനങ്ങളുടെ വില വർധന ഉൾപ്പെടെ എല്ലാ മേഖലയിലും വർദ്ധിക്കുന്ന എല്ലാ മേഖലയിലും ദുരിതപൂർവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിലപാടാണ് LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്ക് അവർക്ക് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യമില്ല, ജീവിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാതായിരിക്കുകയാണ്. ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ചാലും ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും ടെക്നോളജിയായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രശ്നങ്ങൾക്ക് ജനങ്ങൾക്ക് അതൊന്നും രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കപ്പെടുന്നത്. ഇടതുപക്ഷത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കുക. PSC ഉൾപ്പെടെയുള്ള കാര്യങ്ങളെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ജോലിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ പുതിയ യുവാക്കൾക്ക് ജോലി കിട്ടാത്ത പ്രശ്നങ്ങൾ, ഇതെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസികളെപ്പോലും ചൂഷണം ചെയ്യുന്ന ഇപ്പം നമ്മൾ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രങ്ങൾ വിശ്വാസികൾ കൊടുക്കുന്ന കണികൾ പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ വളരെ നിലയിൽ ബുദ്ധിമുട്ടി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. പിണറായി സർക്കാരിൻ്റെ ഇടതുപക്ഷ സർക്കാർ ഇവിടുത്തെ അവരുടെ ദുർഭരണം ഇല്ലാതാകണമെന്ന് ജനം ആഗ്രഹിച്ചിരിക്കുകയാണ്. ജനം ഇപ്പോൾ കാണുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സർക്കാർ, അഴിമതിയില്ലാത്ത ആ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അത് കേരളത്തിലും വേണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊന്നാനി അത് NDAക്ക് വേണ്ടി ജനം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. NDAയുടെ സ്ഥാനാർത്ഥിയായ മനീഷ് ജനകീയൻ എന്നെ വിജയിപ്പിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പൊതുവെ എല്ലാ ആളുകൾക്കും BJP പ്രവർത്തകർ വലിയൊരു ആത്മവിശ്വാസത്തിലാണുള്ളത്. പൊന്നാനി മാത്രമല്ല, കേരളത്തിലൊരു വലിയൊരു തരംഗം തന്നെ ഉണ്ടാവുന്ന ഒരു രീതിയിലുള്ളൊരു സംസാരമാണ് കേൾക്കുന്നത്. ഏത് രീതിയിലാണ് മൊത്തത്തിലൊരു BJPയുടെ ഒരു സാധ്യത കേരളത്തിലുള്ളത്? കേരളത്തിൽ BJP വലിയ സാധ്യതയാണ്. തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുന്നതോടുകൂടി തന്നെ ആ സാധ്യത വലിയ നിലയിൽ വർദ്ധിക്കുകയുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പിണറായി സർക്കാരിനെതിരെ ജനങ്ങൾ വലിയ നിലയിൽ അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് അവരുടെ ജീവിതം തന്നെ തകർന്നിരിക്കുന്ന ഐക്യഘട്ടത്തിൽ ഈ സർക്കാരിനെതിരെയുള്ള
വിലയിരുത്തൽ ഉണ്ടാകണം. അതിനാവശ്യമായ നിലപാട് സ്വീകരിക്കപ്പെടുന്നു. അതിന് പകരം വെക്കാൻ NDA ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ. NDAക്കാണ് ഇതിന് പകരം വെക്കാൻ ഈ കേരളത്തിലെ ജനങ്ങളെ ഭരിച്ചുകൊണ്ട് കേരള ജനങ്ങൾക്ക് വേണ്ടി ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ആ പദ്ധതികൾ അതുപോലെ തന്നെ കേരളത്തിലും അഴിമതിയില്ലാത്ത ഒരു പുതിയ സർക്കാർ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട UPA സർക്കാർ അഴിമതി നിറഞ്ഞ ആ കാലഘട്ടത്തിലാണല്ലോ നരേന്ദ്രമോദിജി അധികാരത്തിലേക്ക് വരുന്നത്. അന്ന് ജനം ആകെ ആഗ്രഹിച്ചത് ഈ അഴിമതിക്കാർക്കെതിരെ ജനങ്ങൾക്ക് ദുരിതം നൽകിയിട്ടുള്ള ഈ സർക്കാരുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് UPA സർക്കാരിനെതിരെ ജനം വിധിയെഴുതിയത്. ആ വിധിയെഴുത്ത് തന്നെയായിരിക്കും ഇവിടെ പിണറായിയുടെ അഴിമതി നിറഞ്ഞ ജനവിരുദ്ധം നിറഞ്ഞ സർക്കാരിനെ പുറത്താക്കുന്നതിന് വേണ്ടി NDAൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടി ജനം വിധിയെഴുതുമെന്നാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓരോ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ പ്രേക്ഷകർ ഒരുപാട് ആളുകൾ വോട്ടർമാർ പൊന്നാനിയിലത്തെ വോട്ടർമാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവരോട് പറയാനുള്ളത് സ്ഥാനാർത്ഥി? വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ മേഖലയിൽ വലിയ നിലയിലുള്ള വികസനമില്ലാത്ത ഈ പൊന്നാനിയെ പുതിയ വികസിത പൊന്നാനിയായിട്ട് മാറ്റാൻ അതിനു വേണ്ടിയിട്ട് ജനങ്ങളെ കൂടെ, ഞാനൊരു ജനകീയനാണ്, ജനകീയൻ എന്ന നിലയിൽ തന്നെ പറയുമ്പോൾ ജനങ്ങളെ കൂടെ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജനം എനിക്ക് തന്ന ഒരു പേരാണ് ജനകീയം. ആ ജനകീയനായി തന്നെ അവരുടെ കൂടെ അവരുടെ ഏത് പ്രയാസത്തിലും അവരുടെ കണ്ണീരൊപ്പാൻ അവരുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഉണ്ടാകുക. ഞാൻ അവരുടെ കൂടെ തന്നെയാണ് ഉണ്ടാകുക. അതിന് ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതുവരെ ജയിച്ചു വന്നവർ ചെയ്ത പോലെയല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവർക്കുള്ള പ്രയാസങ്ങൾ ഏതെല്ലാമാണ് ഓരോ വീടുകളിലും എന്ത് പ്രയാസമുണ്ടോ ആ പ്രയാസങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സംവിധാനം അത് പാർട്ടി മുന്നണിയും ആ സംവിധാനം വെച്ചുകൊണ്ട് വാർഡ് തലത്തിൽ ഉൾപ്പെടെ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പരിഹരിക്കാൻ ആവശ്യമായുള്ള ഒരു കമ്മിറ്റികളൊക്കെ എല്ലാ വാർഡ് തലത്തിലും പാർട്ടി മുന്നണിയും യോജിച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ മേഖലയിലെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം ഓടിച്ചെന്ന് വന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവരുടെ കണ്ണീരൊപ്പാൻ അത് തന്നെയാണ് ഞാൻ ഈ നിലവിൽ ഈ രീതിയിലല്ലെങ്കിൽ പോലും എല്ലാവരുടെയും കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഇപ്പോഴുള്ള പ്രവർത്തനം അതുപോലെ തന്നെ ജനങ്ങളോട് ഇപ്പോൾ ഞാൻ എങ്ങനെയാണോ പെരുമാറുന്നത്, ഏത് രീതിയിലാണോ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊരാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അത് പരിഹാരം കാണാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു നല്ല രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാകും. അത് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ സന്തോഷം. എന്തായാലും ഈ തിരക്കിനിടയിൽ പോലും ഇത്രയും സമയം നമ്മുടെ ഒപ്പം പങ്കെടുത്തതിന് എല്ലാവിധ ആശംസകളും. ഓക്കെ, നന്ദി. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന ഈ ഒരു പ്രോഗ്രാം ഇന്ന് NDA സ്ഥാനാർത്ഥി മനീഷ് ജനകീയത്തിൻ്റെ കൂടെയായിരുന്നു. എന്തായാലും മറ്റൊരു സ്ഥാനാർത്ഥിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.